ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം പ്രിവെയിൽഡ് ഇൻ ദി സൊസൈറ്റി. അന്ന് സമൂഹത്തിൽ എന്താണ് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു ഇരുന്നത്, അല്ലെങ്കിൽ കുടുംബങ്ങളെല്ലാം എന്താണ് കൂട്ടായിട്ടാണ് താമസിച്ചിരുന്നത്. ഓക്കെ, ഇന്നത്തെ പോലെ ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിരുന്നില്ല അന്നത്തെ കാലത്തൊക്കെ നിലനിന്നിരുന്നത്. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മൗര്യന്മാരുടെ ഭരണകാലത്തെക്കുറിച്ചായിരുന്നു. അവരുടെ ഭരണകാലത്ത് എന്തെല്ലാം സംഭവിച്ചു എന്നതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഈ മൗര്യ ഭരണത്തിന് ശേഷം, മൗര്യന്മാരുടെ ഭരണത്തിന് ശേഷം പിന്നെ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ദി ഡിക്ലൈൻ ഓഫ് മൗര്യ ഡൈനാസ്റ്റി, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ അറൈവ്ഡ് ഇൻ ഇന്ത്യ ത്രൂ ഇറ്റ്സ് നോർത്ത് വെസ്റ്റ് പാർട്ട്. ഓക്കെ, അതായത് മൗര്യ ഡൈനാസ്റ്റി എന്തായി, ഡിക്ലൈനായി, അതായത് മൗര്യ സാമ്രാജ്യം തകർന്നു. അതിനുശേഷം ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് പാർട്ടിലൂടെ, അതായത് വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ പല ജനവിഭാഗങ്ങളും ഇന്ത്യയിലിട്ട് കുടിയേറി പാർക്കാനായിട്ടും വന്ന് താമസിക്കാനായിട്ടൊക്കെ തുടങ്ങി. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു കുഷനാസ് എന്ന് പറയുന്നത്. ഓക്കെ, കുഷാനന്മാർ എന്ന് പറയും. ഓക്കെ, കുഷനാസ് എന്ന് പറയുന്നത്. കനിഷ്ക വാസ് ദി നോട്ടബിൾ റൂളർ എമോങ് ദി കുഷനാസ്. ഓക്കെ, അപ്പം ഈ കുഷനാസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു കനിഷ്ക എന്ന് പറയുന്നത്. പിന്നീട് ഭരണം കനിഷ്കയുടെ കയ്യിലാണ് എത്തിയിരുന്നത്. ഓക്കെ, ഹി സ്റ്റാർട്ടഡ് ദി ശക എറ ഇൻ 78 CE. ഓക്കെ, അപ്പോൾ ശക എറ എന്ന് പറയുന്ന കലണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ കനിഷ്കയാണ്. ഓക്കെ, അതും 78 CE. പിന്നീട് ഇത് ഇന്ത്യയുടെ ഒഫീഷ്യൽ കലണ്ടർ ആയിട്ടൊക്കെ ഡിക്ലെയർ ചെയ്യുകയൊക്കെ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ശക എറയുടെ കലണ്ടറിൻ്റെ ഒരു രീതിയാണ്, ഒരു സ്റ്റൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഹി കോൺട്രിബ്യൂട്ടഡ് മച്ച് ടു ദി പ്രൊപ്പഗേഷൻ ഓഫ് ബുദ്ധിസം. ഓക്കെ, ബുദ്ധമതത്തിൻ്റെ വ്യാപനത്തിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകി, അതിന് സംഭാവനകളും നൽകിയിരുന്നു. ബുദ്ധിസ്റ്റ് സ്കോളേഴ്സ് ലൈക്ക് അശ്വഘോഷ ആൻഡ് വസുമിത്ര അഡോൺ ഹിസ് കോർട്ട്. ഓക്കെ, അതായത് അശ്വഘോഷൻ, വസുമിത്രൻ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ബുദ്ധമത പണ്ഡിതന്മാരായിരുന്നു അന്നത്തെ കാലത്ത്. ഇവരൊക്കെ എവിടെ ഉണ്ടായിരുന്നതാ, ഈ കനിഷ്കയുടെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ കനിഷ്കയുടെ സഭയിലുണ്ടായിരുന്ന ബുദ്ധമത പണ്ഡിതന്മാരായിരുന്നു ഈ അശ്വഘോഷയും വസുമിത്രയും ഒക്കെ. ഓക്കെ, ദ കുഷനാസ് വർ ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ഗോൾഡ് കോയിൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ്, സ്വർണ്ണ നാണയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ കുഷനന്മാരായിരുന്നു. ചരക ആൻഡ് സുശ്രുത, the prominent figures in the field of medicine lived during this period. ഓക്കെ, അതായത് വൈദ്യശാസ്ത്രത്തിൽ ഒരുപാട് അല്ലെങ്കിൽ നിരവധി സംഭാവനകൾ നൽകിയ രണ്ട് വലിയ വ്യക്തിത്വങ്ങളായിരുന്നു ചരകനും അതേപോലെ തന്നെ സുശ്രുതനും എന്ന് പറയുന്നത്. ഇവരെല്ലാം ജീവിച്ചിരുന്നത് ഈ പറയുന്ന ഈ കുഷാനന്മാരുടെ ഭരണകാലത്താണ്. ഓക്കെ, During the reign of Kushanas, the sculptors who came to India made many sculptures of Buddha. ഓക്കെ, അങ്ങനെ കുഷാനന്മാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലേക്ക് പല രീതിയിലുള്ള ശില്പികൾ ധാരാളം വന്നെത്തിയിരുന്നു. ഓക്കെ, അവരെന്താണ്, ബുദ്ധൻ്റെ ശില്പങ്ങൾ ഒരുപാട് ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്നു. ഓക്കെ, എ ന്യൂ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ എമേർജ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി അമാൽഗമേഷൻ ഓഫ് സ്റ്റൈൽ ഓഫ് ഗ്രീസ് ആൻഡ് റോം വിത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ. ഓക്കെ, അതായത് ഗ്രീസിലെയും റോമിലെയും സ്കൾപ്ചറിൻ്റെ, അതായത് ശില്പശൈലിയും ഇന്ത്യൻ ശില്പത്തിൻ്റെ ശൈലികളും എല്ലാം കൂടെ മിക്സായിട്ട് പുതിയ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചറൊക്കെ ഇവിടെ രൂപം കൊള്ളാൻ തുടങ്ങി. അതായത് ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും ശില്പവിദ്യയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശില്പവിദ്യയും ചേർന്ന് പുതിയ ശൈലി ഈ കാലത്ത്, അതായത് കുഷാനന്മാരുടെ ഭരണകാലത്ത് രൂപപ്പെട്ടു. ദിസ് ഈസ് നോൺ ആസ് ഗാന്ധാര സ്കൾപ്ചർ. അങ്ങനെ രൂപപ്പെട്ട പുതിയ ഈ ഒരു ശില്പശൈലിയാണ് ഗാന്ധാര സ്കൾപ്ചർ എന്ന് അറിയപ്പെട്ടത്. ഓക്കെ, എങ്ങനെയാണ് ഗാന്ധാര സ്റ്റൈല് റിഫോം ചെയ്തത്? ഗ്രീക്ക് സ്കൾപ്ചർ സ്റ്റൈലും റോമൻ സ്കൾപ്ചർ സ്റ്റൈലും എന്തുമായിട്ട് മിക്സായി, ഇന്ത്യൻ സ്റ്റൈലുമായിട്ട് മിക്സ് ചെയ്ത് ഫോം ചെയ്ത ഒരു ശൈലിയാണ് എന്ത്, ഗാന്ധാര സ്കൾപ്ചർ എന്ന് പറയുന്നത്. ദീസ് സ്കൾപ്ചേഴ്സ് വർ മെയിൻലി മെയ്ഡ് ഇൻ കാന്തഹാർ റീജിയൻസ് ഇൻ അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അഫ്ഗാനിസ്ഥാനിലെ കാന്തഹാർ എന്ന് പറയുന്ന പ്രദേശങ്ങളിലായിരുന്നു ഇങ്ങനെയുള്ള ഗാന്ധാര സ്കൾപ്ചേഴ്സ് കൂടുതലും നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് ബുദ്ധിസ്റ്റ് നോൺ ആസ് മഹായാന ബുദ്ധിസ്റ്റ് വർഷിപ്പ് ദി സ്റ്റാച്യൂസ് ഓഫ് ബുദ്ധ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ബുദ്ധ പ്രതിമകളെ ബുദ്ധമതത്തിലെ ഒരു വിഭാഗമായ മഹായാന ബുദ്ധമതക്കാർ
ആരാധിച്ചിരുന്നു. ഓക്കെ, ബുദ്ധമതത്തിൽ പല വിഭാഗക്കാരുണ്ടായിരുന്നു അന്ന്. ഓക്കെ, അപ്പം അതിൽ മഹായാന എന്ന് പറയുന്ന ഗ്രൂപ്പ് അവർ എന്താണ് ബുദ്ധനെ തന്നെയാണ് ആരാധിക്കുന്നത്. ഓക്കെ, പക്ഷെ അവർ എന്താണ് ഈ പ്രതിമകളെയൊക്കെ ആരാധിക്കുമായിരുന്നു. അതായത് ഇങ്ങനെ ശില്പികൾ ഉണ്ടാക്കിയിരുന്ന ഈ ശില്പങ്ങളെ, ബുദ്ധൻ്റെ ശില്പങ്ങളെയൊക്കെ ആരാധിച്ചിരുന്ന ഒരു ഗ്രൂപ്പാണ് മഹായാന എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കനിഷ്ക എൻകറേജ് മഹായാന ബുദ്ധിസം ആൻഡ് ഡിക്ലെയർ ഇറ്റ് ആസ് ദി ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് ദി എംപയർ. അപ്പം ഈ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്ന കനിഷ്ക അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ മഹായാന ബുദ്ധിസത്തെ എന്ത് ചെയ്തു, ഒരുപാട് എൻകറേജ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഓക്കെ, മഹായാന ബുദ്ധിസം എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ, മഹായാന ഗ്രൂപ്പിനെ എന്ത് ചെയ്തു, ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അത് മാത്രമല്ല, അതുകൂടാതെ തൻ്റെ എംപയറിലെ, തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട് ഈ മഹായാന ബുദ്ധിസത്തെ അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. ഓക്കെ, കനിഷ്കൻ മഹായാന ബുദ്ധമതത്തെ രാജ്യത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ഓക്കെ, പിന്നെ മറ്റൊരു ആൾക്കാരാണ് ശതവാഹനർ എന്ന് പറയുന്നത്. ഓക്കെ, ശതവാഹനർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദ ശതവാഹനാസ് എമേർജ്ഡ് ആസ് റൂളേഴ്സ് ഇൻ സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ ആഫ്റ്റർ ദി മൗര്യ റൂൾ. ഓക്കെ, മൗര്യ റൂളിന് ശേഷം, മൗര്യ ഭരണത്തിന് ശേഷം വന്നവരാണ് ഈ ശതവാഹനാസ് എന്ന് പറയുന്നത്. ഓക്കെ, മൗര്യ കാലഘട്ടത്തിന് ശേഷം മധ്യ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമായി ശക്തി പ്രാപിച്ച ഭരണാധികാരികൾ ശതവാഹനന്മാരായിരുന്നു. ഓക്കെ, കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂള് മൗര്യ റൂളിന് ശേഷം, മൗര്യ എംപയറിന് ശേഷം വന്നത് ഈ ശതവാഹന എംപയർ ആയിരുന്നു, ശതവാഹനന്മാരുടെ ഭരണമായിരുന്നു. ദേ റൂൾഡ് ഡ്യൂറിങ് ദി ഫസ്റ്റ് സെഞ്ച്വറി BCE-യിലാണ്, അതായത് BCE 1-ാം നൂറ്റാണ്ടിലാണ് അവർ ഭരണം നടത്തിയിരുന്നത്. ആര്? ശതവാഹനർ എന്ന് പറയുന്നവർ. ഓക്കെ, പ്രതിശസ്തന പ്രസന്റ്ലി പൈത്തൻ ലൊക്കേറ്റഡ് ഇൻ മഹാരാഷ്ട്ര വാസ് ദി ക്യാപിറ്റൽ ഓഫ് ശതവാഹന. ഓക്കെ, അതായത് പ്രതിഷ്ഠാന, അതായത് ഇന്നത്തെ ഈ മഹാരാഷ്ട്രയിലെ പൈത്താൻ എന്നറിയപ്പെടുന്ന സ്ഥലം അന്ന് അറിയപ്പെട്ടിരുന്നത് പ്രതിഷ്ഠാനയായിരുന്നു. ഓക്കെ, അപ്പോൾ ആ പ്രതിഷ്ഠാനയായിരുന്നു അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ എംപയറിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഈ പ്രതിഷ്ഠാനയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രതിഷ്ഠാന ഇന്ന് എവിടെയാണ്? നമ്മളുടെ മഹാരാഷ്ട്രയിലെ പൈത്താൻ എന്ന് പറയുന്ന റീജിയൻ ആയിരുന്നു അന്നത്തെ പ്രതിഷ്ഠാന എന്ന് അറിയപ്പെടുന്നത്. അതായിരുന്നു അവരുടെ ക്യാപിറ്റൽ. ആരുടെ ക്യാപിറ്റൽ? ഈ ശതവാഹനക്കാരുടെ എംപയറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ പ്രതിഷ്ഠാന ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ശതവാഹന സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട 2 രാജാക്കന്മാരായിരുന്നു ഗൗതമിപുത്ര ശതകർണിയും വശിഷ്ഠിപുത്രിയും. ഓക്കെ, അവർ രണ്ടുപേരുമാണ് ഈ രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്തത്. ഓക്കെ, ഡ്യൂറിങ് ഹിസ് പീരീഡ് ട്രേഡേഴ്സ് ഫ്രം നോർത്ത് ഇന്ത്യ ആൻഡ് പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ജൈനിസം, ബുദ്ധിസം ആൻഡ് ബ്രാഹ്മണിസം കെയിം ടു സൗത്ത് ഇന്ത്യ. ഓക്കെ, അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ ഈ ഉത്തരേന്ത്യയിൽ നിന്ന്, അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കച്ചവടക്കാരും ജൈന ബുദ്ധ മതക്കാരും അതേപോലെ ബ്രാഹ്മണ മതക്കാരും ഒക്കെ എന്ത് ചെയ്തു, ഇതിനെ പ്രചരിപ്പിക്കാനായിട്ട് എവിടെ എത്തി? ദക്ഷിണേന്ത്യയിലേക്ക് എത്തി. ഓക്കെ, അപ്പം ജൈനമതക്കാർ, ബുദ്ധമതക്കാർ, ബ്രാഹ്മണർ ഇവരെല്ലാം സൗത്ത് ഇന്ത്യയിലേക്ക് എത്തിയത് ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന്. സൗത്ത് ഇന്ത്യയിൽ ഇവരുടെ മതത്തെ പ്രചരിപ്പിച്ചത് ഇവരുടെ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതേപോലെ തന്നെ പല കച്ചവടക്കാരും നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് എത്തി. ദിസ് റിസൾട്ടഡ് ഇൻ ദി കൾച്ചറൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത്. ഓക്കെ, ഇത് നോർത്തിലെ കൾച്ചറും നോർത്തിലെ സംസ്കാരവും സൗത്തിലെ സംസ്കാരവും തമ്മിൽ കൈമാറുന്നതിന് കാരണമായി തീർന്നു. ദ ശതവാഹന റൂളേഴ്സ് ഡൊണേറ്റഡ് ലാൻഡ് ടു ബുദ്ധിസ്റ്റ് മോങ്സ് ആൻഡ് ബ്രാഹ്മണാസ്. ഓക്കെ, അപ്പം ഈ ശതവാഹന റൂളേഴ്സ് എന്ത് ചെയ്തു? നിലങ്ങൾ ബുദ്ധ സന്യാസിമാർക്കും ബ്രാഹ്മണർക്കും ഒക്കെ ദാനമായിട്ട് കൊടുത്തു. ഭൂമി ദാനമായിട്ട് അവർക്ക് കൊടുത്തു. ആർക്കൊക്കെ? ബുദ്ധമത സന്യാസിമാർക്കും ബ്രാഹ്മണേഴ്സിനും ഒക്കെ കൊടുത്തു. ദ എയിം ഓഫ് സച്ച് ഡൊണേഷൻ വാസ് ടു എൻലാർജ് ദ ഏരിയ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ, അപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ ഭൂമി ദാനമായി കൊടുത്തത് കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് എന്താണ്? കൃഷി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ എക്സ്പാൻഷനാണ് അവർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അതായിരുന്നു. ഗ്രാജുവലി ദി അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഓഫ് ദീസ് പ്ലേസസ് വാസ് ഗിവൺ ടു ദം. പിന്നീട് ഈ ലാൻഡിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അധികാരം, അതായത് ഭരണനിർവഹണത്തിനുള്ള അധികാരവും ഇവർക്ക് തന്നെ കൈമാറി. അതായത് ഈ ബ്രാഹ്മണേഴ്സിനും ബുദ്ധമത സന്യാസിമാർക്കും തന്നെ കൈമാറി. ദിസ് വീക്കൻഡ് ദി പവർ ഓഫ് ദി കിങ്സ്.
ഇതെന്ത് ചെയ്തു? ഇത് രാജാക്കന്മാരുടെ അധികാരത്തെ എന്ത് ചെയ്തു? ദുർബലപ്പെടുത്തി. കാരണം ഈ നൽകി കൊടുത്ത മിക്ക ഭൂമിയുടെയും അധികാരം അവരുടെ കയ്യിൽ തന്നെയായി. ആരുടെ കയ്യിൽ? ഈ ബുദ്ധമത സന്യാസിമാരുടെയും ബ്രാഹ്മണരുടെയും കയ്യിലെത്തി. അത് എന്തിന് കാരണമായി? ഈ രാജാക്കന്മാരുടെ അധികാരത്തിനെ ദുർബലപ്പെടുത്തി, അല്ലെങ്കിൽ അത് വീക്ക് ആകാനായിട്ടുള്ള കാരണമായി തീർന്നു. ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഇന്ത്യ ഹാഡ് ട്രേഡ് റിലേഷൻ വിത്ത് ദി റോമൻ എംപയർ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് റോമ സാമ്രാജ്യവുമായിട്ടൊക്കെ കച്ചവട ബന്ധം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ഈ ശതവാഹനരുടെ റൂളിംഗ് പീരീഡ്, അല്ലെങ്കിൽ അവരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു അന്ന് ഇന്ത്യക്ക് റോമൻ സാമ്രാജ്യവുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിന് തെളിവായിട്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഗോൾഡ് കോയിൻസ് ഒക്കെ, അതായത് സ്വർണ്ണ നാണയങ്ങളൊക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് തെളിവുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരിലാണ് നമുക്ക് മനസ്സിലായത് എന്ത്? റോമക്കാരുമായിട്ട് നമ്മുടെ ഇന്ത്യക്ക് കച്ചവട ബന്ധം വന്ന് ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, ഇനി ഒരു ഫ്ലോ ചാർട്ട് നോക്കിക്കേ. ട്രേഡ് ഗ്രോ ചെയ്തെന്ന് നമ്മൾ പറയുന്നത് അഗ്രികൾച്ചർ ഡെവലപ്പായി, വില്ലേജുകളൊക്കെ ഡെവലപ്പ് ആയപ്പോഴത്തേക്ക് ട്രേഡ് ഗ്രോ ചെയ്യാൻ തുടങ്ങി. പിന്നീട് എന്താണ്? കോയിൻസിനെ നിർമ്മിക്കാൻ തുടങ്ങി. പിന്നീട് കോയിൻസിൻ്റെ ട്രാൻസാക്ഷൻസ് തുടങ്ങി. ഓക്കെ, അങ്ങനെ കോയിൻസിൻ്റെ ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് റോമൻ ഗോൾഡ് കോയിൻസ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതായത് ട്രേഡുകൾ നടന്നതിൻ്റെ തെളിവായിട്ട് അല്ലേ. അതായത് നമ്മളുടെ ഇന്ത്യക്ക് റോമൻ സാമ്രാജ്യവുമായിട്ട് അന്ന് കച്ചവട ബന്ധമുണ്ടായി എന്നുള്ളതിന് എക്സാമ്പിളായിട്ട് നമുക്ക് റോമൻ ഗോൾഡ് കോയിൻസ് ഒക്കെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെയോ അത് പിന്നീട് എന്താണ് ടൗണുകളുടെയൊക്കെ എമർജൻസിന് വേണ്ടി, അല്ലെങ്കിൽ ടൗണുകളൊക്കെ ഉത്ഭവിക്കുന്നതിന് കാരണമായി തീർന്നു. അതിലൊരു പ്രധാനപ്പെട്ട ടൗണാണ് അമരാവതി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീടോ എമർജൻസ് ഓഫ് വേരിയസ് ഒക്കുപ്പേഷൻസ് ആൻഡ് ആർട്സ് ആൻഡ് സെൻറ്ററിങ് ദി ടൗൺസ്. ഓക്കെ, അപ്പം ഈ ടൗണുകളെ കേന്ദ്രീകരിച്ചിട്ട് പിന്നീട് എന്താണ് ഒരുപാട് തരത്തിലുള്ള തൊഴിലുകൾ ഉത്ഭവിക്കാനായിട്ട് അല്ലെങ്കിൽ രൂപപ്പെടാനായിട്ട് തുടങ്ങി. അതിന് എക്സാമ്പിളാണ് മെറ്റലർജിയും സിൽക്ക് ഇൻഡസ്ട്രിയും ഒക്കെ. ഓക്കെ, പിന്നെയോ ഫോർമേഷൻ ഓഫ് ട്രേഡ് ഗ്രൂപ്പ്സ് കോൾഡ് ഗിൽഡ്സ് വിച്ച് കൺട്രോൾഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, പിന്നീട് എന്താണ് ഈ ഒക്കുപ്പേഷനെ ബേസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകൾ, ഗിൽഡുകൾ ഫോം ചെയ്തു. ഓക്കെ, ട്രേഡ് ഗ്രൂപ്പുകളാണ് ഗിൽഡ് എന്ന് പറയുന്നത്. ട്രേഡ് ഗ്രൂപ്പുകളെയാണ് ഗിൽഡുകൾ എന്ന് പറയുന്നത്. ഓരോ ഒക്കുപ്പേഷനും ഓരോ ഗിൽഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഗിൽഡുകളിലൂടെ പലതരത്തിലുള്ള പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്തിരുന്നു, ട്രാൻസാക്ഷൻസ് നിയന്ത്രിച്ചിരുന്നു. ഓക്കെ, അപ്പം ഇതിൻ്റെ മെയിൻ പരിപാടി എന്തായിരുന്നു? അക്സെപ്റ്റിംഗ് മണി ഡിപ്പോസിറ്റ്സ് ആൻഡ് ഗിവിംഗ് ലോൺസ്. ഓക്കെ, മണി ഡിപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ട്രേഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ലോണുകളൊക്കെ കൊടുക്കുക എന്നതൊക്കെയായിരുന്നു ഗിൽഡുകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഗുപ്തന്മാരുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ദ ഏജ് ഓഫ് ഗുപ്താസ്, ഗുപ്തന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തെക്കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. നോക്കിയേ, ആ ഒരു പാർട്ടിൽ ONV കുറിപ്പ് എഴുതിയ ഒരു കവിതയുടെ ഒരു ചെറിയ പാർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താന്ന് നോക്കിയേ. ഗുപ്തകീർത്തി തൻ മണ്ണടിഞ്ഞ മന്ദിരമല്ല, ഉജ്ജയിനി തൻ നടക്കാവിൽ ഞാൻ തിരയുന്നു. ആടിമേഘത്തെ പ്രേമദൂതിനായി നിയോഗിക്കും, ഏതോ യക്ഷനായി തീർന്ന കവിതൻ കാൽപ്പാട വെറുമൊരു ആത്മകഥം. ഓക്കെ, വെറുമൊരു ആത്മകഥം എന്ന് പറയുന്ന അതിനകത്ത് ONV കുറിപ്പ് എഴുതിയിരിക്കുന്ന ഒരു കവിതയുടെ ഒരു ചെറിയ പാർട്ടാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോയത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് ഈ പോയം എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് കാളിദാസിനെ കുറിച്ചാണ്. ഓക്കെ, കാളിദാസിനെ കുറിച്ച് ONV കുറിപ്പ് എഴുതിയ ഒരു ചെറിയ പാർട്ടാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ദി ഡിക്ലൈൻ ഓഫ് മൗര്യ എംപയർ, ദി എംപയർ ദാറ്റ് ഡെവലപ്ഡ് ഇൻ ഗാംഗറ്റിക് പ്ലെയിൻ വാസ് ദി ഗുപ്ത എംപയർ. ഓക്കെ, മൗര്യ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഗംഗാ സമതലത്തിൽ വളർന്നു വന്ന ഒരു ശക്തമായ സാമ്രാജ്യമായിരുന്നു ഈ പറഞ്ഞ ഗുപ്ത എംപയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ തലസ്ഥാനം പാടലിപുത്രമായിരുന്നു അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത വൺ വാസ് ദി ഫസ്റ്റ് പവർഫുൾ ഗുപ്ത റൂളർ. ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആയിരുന്നു ഏറ്റവും ആദ്യത്തെ ഈ പവർഫുൾ ആയിട്ടുള്ള ശക്തനായിട്ടുള്ള ഗുപ്ത റൂളർ എന്ന് പറയുന്നത്. ഓക്കെ, ഹി ഇൻട്രൊഡ്യൂസ് ഗുപ്ത എറ ഇൻ 320 CE.
ഓക്കെ, CE 320 അദ്ദേഹം ഗുപ്ത എറ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സമുദ്രഗുപ്ത ഹു സക്സീഡഡ് ഹിം എക്സ്റ്റെൻഡഡ് ദി എംപയർ. ഓക്കെ, അങ്ങനെ ഈ ചന്ദ്രഗുപ്ത 1 ശേഷം അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത ഫസ്റ്റിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് ഭരണം നടത്തിയത് സമുദ്രഗുപ്തയാണ്. ഓക്കെ, സമുദ്രഗുപ്തയുടെ കയ്യിലായിരുന്നു പിന്നീട് ഭരണം. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം സാമ്രാജ്യത്തെ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തു, അതായത് സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. We come to know about Samudragupta's attacks from Prashasti written by his court poet Harisena. ഓക്കെ, ഈ സമുദ്രഗുപ്തൻ്റെ സഭയിലെ ഒരു പ്രധാനപ്പെട്ട കവിയായിരുന്നു ഈ ഹരിസേനൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതിയായിരുന്നു പ്രശസ്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രശസ്തിയിലൂടെയാണ് ഈ സമുദ്രഗുപ്തയുടെ ആക്രമണങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ അദ്ദേഹം കീഴടക്കിയ പ്രദേശങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് അറിവ് ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ പ്രശസ്തിയുടെ ഒരു ചെറിയ പാർട്ടിനെ പറ്റി പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊരു പഴയ പിക്ചറാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ പ്രശസ്തി അന്നത്തെ അതായത് അലഹബാദിലെ പില്ലേഴ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ തൂണുകളിലും സ്തംഭങ്ങളിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊത്തി വെച്ചിട്ടുണ്ട് ഈ പ്രശസ്തി എന്ന് പറയുന്ന ഈ ഹരിസേനൻ്റെ കൃതി. ഓക്കെ, ഫ്രം ദി ഡീറ്റെയിൽസ് വി ഗെറ്റ് ഫ്രം ദിസ്, സമുദ്രഗുപ്ത ഡിഫീറ്റഡ് ദി നോർത്തേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ബ്രോട്ട് അണ്ടർ ഹിസ് കൺട്രോൾ ദി സദേൺ സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഈ പ്രശസ്തിയിൽ നിന്നുള്ള ഡീറ്റെയിൽസ് അതായത് വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ സമുദ്രഗുപ്ത നോർത്തേൺ സ്റ്റേറ്റ്സിനെ അതായത് ഉത്തരേന്ത്യൻ രാജ്യങ്ങളെ കീഴടക്കിയിരുന്നു. ഇനി അതുകൂടാതെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഒക്കെ ഈ സമുദ്രഗുപ്തയുടെ കൺട്രോളിലും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രശസ്തിയിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രശസ്തിയിലെ ഇൻഫർമേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ സമുദ്രഗുപ്തയുടെ അണ്ടറിലായിരുന്നു നോർത്തേൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ നോർത്തേണിലെ പല സ്റ്റേറ്റുകളും നോർത്തേൺ ഭാഗത്തെ പല രാജ്യങ്ങളും സമുദ്രഗുപ്തൻ്റെ കീഴിലായിരുന്നു. അതുകൂടാതെ സദേൺ സ്റ്റേറ്റ്സ് സമുദ്രഗുപ്തൻ്റെ നിയന്ത്രണത്തിലും ആയിരുന്നു. ആഫ്റ്റർ സമുദ്രഗുപ്ത ദ ഗുപ്ത എംപയർ വാസ് enlarged by Chandragupta II അല്ലെങ്കിൽ സെക്കൻഡ്. ഓക്കെ, ചന്ദ്രഗുപ്ത സെക്കൻഡ് പിന്നീട് അതായത് സമുദ്രഗുപ്തയ്ക്ക് ശേഷം പിന്നീട് വന്നതും ഒരു ചന്ദ്രഗുപ്തയായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ ചന്ദ്രഗുപ്ത II എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലമായപ്പോഴത്തേക്ക് അദ്ദേഹം വീണ്ടും രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ഓക്കെ, ഹി ട്രാൻസ്ഫേർഡ് ദി ക്യാപിറ്റൽ ഫ്രം പതലിപുത്ര ടു ഉജ്ജയിൻ. ഓക്കെ, അപ്പം ചന്ദ്രഗുപ്ത 1 ഭരണകാലത്തും ഈ സമുദ്രഗുപ്തയുടെ ഭരണകാലത്തും ഒക്കെ ഈ തലസ്ഥാനം ഈ എംപയറിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ക്യാപിറ്റൽ എന്നറിയപ്പെട്ടിരുന്നത് പതലിപുത്രയായിരുന്നു. പിന്നീട് ചന്ദ്രഗുപ്ത II ഭരണകാല സമയം ആയപ്പോഴത്തേക്ക് ഈ പതലിപുത്രയിൽ നിന്ന് ക്യാപിറ്റൽ ഉജ്ജയിനിലോട്ട് അദ്ദേഹം മാറ്റി. ഓക്കെ, അതിനകത്ത് ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഇത്രയും പാർട്ടായിരുന്നു എന്ത്? ചന്ദ്രഗുപ്തൻ്റെ എംപയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നതായിരുന്നു ചന്ദ്രഗുപ്തൻ്റെ എംപയർ എന്ന് പറയുന്നത്, ചന്ദ്രഗുപ്ത 1 എംപയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് സമുദ്രഗുപ്ത വന്നിട്ട് എന്ത് ചെയ്തു? ആ രാജ്യത്തിൻ്റെ വിസ്തീർണം കൂട്ടി ഈ പാർട്ടെല്ലാം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാമ്രാജ്യത്തോട് ചേർത്തു. പിന്നീട് ചന്ദ്രഗുപ്ത II വന്ന് വീണ്ടും അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ പാർട്ടുകളെല്ലാം രാജ്യത്തോട് ചേർക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതാ ജസ്റ്റ് ആ ഒരു മാപ്പിൽ പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ആദ്യം ഈ പറയുന്ന ഒരു ലൊക്കേഷനിലായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഗുപ്ത എംപയറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതാണ് പതലിപുത്ര എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഈ ചന്ദ്രഗുപ്ത II വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയപ്പോഴത്തേക്ക് ഉജ്ജയിനിയിലോട്ട് അദ്ദേഹം ക്യാപിറ്റൽ ഈ പറയുന്ന ആസ്ഥാനം മാറ്റി. ഓക്കെ, പിന്നീട് ഉജ്ജയിനി ആയിരുന്നു ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ദ നവരത്നാസ് ഹു were famous in various fields lived in his court. ഓക്കെ, നവരത്നങ്ങളെ കുറിച്ചൊക്കെ പല പഴയ കൃതികളിൽ നിന്ന് നമുക്ക് വായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആ പറയുന്ന നവരത്നങ്ങൾ അതായത് പല മേഖലകളിൽ വളരെ വൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ വളരെ
പ്രശസ്തരായിരുന്നവരായിരുന്നു ഈ നവരത്നങ്ങൾ എന്ന് പറയുന്നത്. ഇവരുണ്ടായിരുന്നത് ഈ പറയുന്ന ചന്ദ്രഗുപ്ത ടു എന്ന് പറയുന്ന ആ ഭരണാധികാരിയുടെ സഭയിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. എമോങ് ദം ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് വാസ് കാളിദാസ. അപ്പോൾ ആ നവരത്നയിലെ ഏറ്റവും പ്രധാനിയായ ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു കാളിദാസ എന്ന് പറയുന്നത്. നവരത്നയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഈ കാളിദാസൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാളിദാസനെ കുറിച്ചാണ് ONV ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദിസ് പീരീഡ് ദ ചൈനീസ് ട്രാവലർ ഫാസിയൻ വിസിറ്റഡ് ഇന്ത്യ. ഓക്കെ, അപ്പം ഇന്ത്യ, അതായത് ചൈനീസ് ട്രാവലറായിട്ടുള്ള ഫാഹിയാന് ഇന്ത്യ സന്ദർശിച്ച ആ ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഒരു ചന്ദ്രഗുപ്ത ടു ഭരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. എ ലാർജ് നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് വെർ ഇൻ സർക്കുലേഷൻ ഡ്യൂറിങ് ദി ടൈം ഓഫ് സമുദ്രഗുപ്ത ആൻഡ് ചന്ദ്രഗുപ്ത ടു. അപ്പോൾ ഈ സമുദ്രഗുപ്തയുടെ കാലഘട്ടത്തിലും ചന്ദ്രഗുപ്ത ടുവിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ ഒരുപാട് ഗോൾഡ് കോയിൻസ് ഈ രാജ്യത്ത് എന്ത് ചെയ്തിരുന്നു, സർക്കുലേറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ധാരാളം പ്രചാരത്തിലുണ്ടായിരുന്നു. ഒരുപാട് ഗോൾഡ് കോയിൻസ്, കാരണം ആ സമയത്തൊക്കെ ട്രേഡ് നന്നായിട്ട് ഡെവലപ്പ് ആയിരുന്നു. ആ ടൈമിൽ ഒരുപാട് ഗോൾഡ് കോയിൻസ് യൂസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് യൂസ് ചെയ്തിരുന്ന ഗോൾഡ് കോയിൻസിൻ്റെ ഒക്കെ ഒരു മോഡലാണിത്. ഇതുപോലെയൊക്കെ ആയിരുന്നു അന്ന് ഇവിടെ യൂസ് ചെയ്തിരുന്ന ഗോൾഡ് കോയിൻസ് കാണപ്പെട്ടിരുന്നത്. ഓക്കെ, ദീസ് കോയിൻസ് ആർ സ്പെസിമെൻസ് ഓഫ് ദി ആർട്ടിസ്റ്റിക് സ്കിൽസ് ഓഫ് ദ ടൈം. അപ്പോൾ ആ കാലഘട്ടത്തിലെ ആൾക്കാരുടെ ആർട്ടിസ്റ്റിക് സ്കിൽസിൻ്റെ, അതായത് കലാവൈഭവത്തിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു തെളിവാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്പെസിമെനാണ്, ഉദാഹരണങ്ങളൊക്കെയാണ് ഈ ഗോൾഡ് കോയിൻസ് എന്ന് പറയുന്നത്. കുമാരഗുപ്ത ആൻഡ് സ്കന്ദഗുപ്ത വേർ ദി സക്സസേഴ്സ് ഓഫ് ചന്ദ്രഗുപ്ത ടു. ഓക്കെ, അപ്പം ചന്ദ്രഗുപ്ത ടുവിന് ശേഷം പിന്നീട് രാജ്യം ഭരിച്ച, അല്ലെങ്കിൽ ഈ ഒരു സാമ്രാജ്യത്തെ ഭരിച്ച രണ്ട് രാജാക്കന്മാരായിരുന്നു കുമാരഗുപ്തയും സ്കന്ദഗുപ്തയും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവരെന്തായിരുന്നു, ചന്ദ്രഗുപ്ത ടുവിൻ്റെ അല്ലെങ്കിൽ ആ ഭരണാധികാരിയുടെ പിന്നീട് വന്ന പിൻതലമുറക്കാരായിരുന്നു ഇവരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗുപ്ത എംപയറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഗുപ്ത എംപയറിൻ്റെ ടൈമിൽ ജനജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗുപ്ത സാമ്രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ജനജീവിതത്തിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. എ ലാർജ് എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് വാസ് ഡൊണേറ്റഡ് ടു ജെയിൻ സെയിൻസ്, ബുദ്ധിസ്റ്റ് മോങ്സ്, ബ്രാഹ്മണാസ് ആൻഡ് ടു ദ ഒഫീഷ്യൽസ് ഇൻ ദ പാലസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ സമയത്ത് വലിയൊരു ഭാഗം ഭൂമി, അതായത് ഭൂമികളൊക്കെ ജൈന സന്യാസിമാർക്കും ബുദ്ധ സന്യാസിമാർക്കും ബ്രാഹ്മണർക്കും കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ, അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾക്കും ഒക്കെ വേണ്ടി, ക്ഷേത്രപണികൾക്കും ഒക്കെ ആയിട്ട് വ്യാപകമായിട്ട് എന്ത് ചെയ്തു, ദാനം നൽകി. ഓക്കെ, ലാൻഡുകൾ, ഭൂമിയൊക്കെ ഇവർക്കൊക്കെ എന്ത് ചെയ്തു, ദാനം നൽകി. ആർക്കൊക്കെ? ജൈനമത സന്യാസിമാർക്കും ബുദ്ധമത സന്യാസിമാർക്കും ബ്രാഹ്മണർക്കും അതേപോലെ തന്നെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ ക്ഷേത്രപണികൾക്കൊക്കെ വേണ്ടിയിട്ട് ഭൂമികളൊക്കെ കുറേ ഈ ഗുപ്ത എംപയറിലെ റൂളേഴ്സ് ദാനമായിട്ട് നൽകി. ദോസ് ഹു ഗോട്ട് ദ ലാൻഡ് വർ ഗിവൺ ദി റൈറ്റ് ടു എക്സ്ചേഞ്ച് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഭൂമി ലഭിച്ചവർക്ക് അവ കൈമാറാനുള്ള അധികാരവും ഈ രാജാക്കന്മാർ കൊടുത്തിരുന്നു. ദേ മേഡ് ദ ഫാമേഴ്സ് വർക്കിംഗ് ദിയർ ലാൻഡ്. അങ്ങനെ ഇങ്ങനെ ഭൂമി കൈവശം കിട്ടിയവർ അവരെന്ത് ചെയ്തു, അവർ കർഷകരെ കൊണ്ട് അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്യിപ്പിച്ചു. ബട്ട് ദ ഫാമേഴ്സ് ഹാഡ് നോ റൈറ്റ് ഓൺ ലാൻഡ്. കർഷകരാണ് കൃഷിയിൽ കൃഷി ചെയ്തിരുന്നത് എങ്കിൽ പോലും എന്താണ്, അവർക്ക് ആ ഭൂമിയിൽ എന്തില്ലായിരുന്നു, അവകാശം ഇല്ലായിരുന്നു. There was an increase in agricultural production whereas the life of the farmers was pathetic. ഓക്കെ, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, അതായത് കൃഷിയൊക്കെ എന്താണ് വ്യാപകമായിട്ട് എന്ത് ചെയ്തു, വർദ്ധിച്ചു. ഓക്കെ, കൃഷിയൊക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. പക്ഷേ ഫാമേഴ്സിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു, വളരെ പത്തറ്റിക് ആയിരുന്നു, വളരെ പരിതാപകരമായ ജീവിതമായിരുന്നു കർഷകർക്കുണ്ടായിരുന്നത്. ദി ഫാൾ ഓഫ് റോമൻ എംപയർ കോസ് ഫോർ ദി ഡിക്ലൈൻ ഓഫ് ട്രേഡ് ഡ്യൂറിങ് ഗുപ്ത പീരീഡ്. അപ്പോൾ ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് എന്ത് ഡിക്ലൈൻ ആയത്, റോമൻ എംപയർ, റോമ സാമ്രാജ്യം ഡിക്ലൈൻ ആയത്. ഓക്കെ, അപ്പം ഈ നമ്മളുടെ ഇന്ത്യക്ക് എന്താണ്, റോമനുമായിട്ട് എന്തുണ്ടായിരുന്നു, റോമ എംപയറുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഈ ഗുപ്ത എംപയർ വന്ന സമയമായപ്പോഴത്തേക്ക്
റോമൻ എംപയർ എന്ത് ചെയ്തു? ഡിക്ലൈനായി. അത് ഇവരുടെ ട്രേഡിനെ ബാധിച്ചു. ഗുപ്ത എംപയറിന്റെ സമയത്ത് നമ്മുടെ ഇവിടുത്തെ ട്രേഡിനെ ബാധിച്ചു. ഓക്കെ, പിന്നെ അത് നമ്മുടെ ട്രേഡിനെ നശിപ്പിക്കാനായിട്ട്, അതായത് നമ്മുടെ ട്രേഡും എന്ത് ചെയ്തു? ഡിക്ലൈൻ ആവാനായിട്ട് കാരണമായി തീർന്നു. കാരണം റോമക്കാരുമായിട്ടുള്ള കച്ചവട ബന്ധം നമുക്ക് അത്ര സ്ട്രോങ് ആയിരുന്നു. എന്നാൽ റോമൻ സാമ്രാജ്യത്തിന്റെ ഡിക്ലൈൻ നമ്മുടെ ട്രേഡിന്റെയും ഡിക്ലൈനിന് അതുകൊണ്ട് കാരണമായി തീർന്നു. ദ ഡിക്ലൈൻ ഓഫ് ട്രേഡ് അട്രാക്റ്റഡ് മോർ പീപ്പിൾ ടു ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. ഇങ്ങനെ കച്ചവടം തകരാറിലായപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് ആ ഒരു ഫീൽഡ് ഡിക്ലൈൻ ആകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അഗ്രികൾച്ചറിലോട്ട് ഇറങ്ങാൻ തുടങ്ങി. അതായത് കൃഷിയിലോട്ട് കൂടുതലായിട്ട് ജനങ്ങൾ ഇറങ്ങാനായിട്ട് തുടങ്ങി. ടൗൺസ് ലോസ് ദെയർ സിഗ്നിഫിക്കൻസ്. നഗരങ്ങൾക്ക് അവരുടെ പ്രാധാന്യം എന്ത് ചെയ്യാൻ തുടങ്ങി? നഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം എന്താ? ട്രേഡ് നശിച്ചു അല്ലേ? ട്രേഡ് ഇല്ലാതെ നഗരങ്ങൾ വളരുമോ? ഇല്ല. അങ്ങനെ നഗരങ്ങൾക്ക് അവരുടെ പ്രാധാന്യം നശിച്ചു. പവർ വാസ് കോൺസെൻട്രേറ്റഡ് ഓൺ ലാൻഡ് ലോഡ്സ്. ഓക്കെ, അതായത് ഭൂ ഉടമകളിൽ അധികാരം കേന്ദ്രീകരിക്കുന്നത്. അതായത് കൂടുതൽ അധികാരവും ഭൂ ഉടമകൾക്ക്, അതായത് ഭൂമി കൈവശമുള്ളവർക്ക് ലഭിച്ചു. ഓക്കെ, അപ്പം ഭൂമി കൈവശമുള്ളവർ ആരായിരുന്നു? നമ്മൾ പറഞ്ഞില്ലേ, ഗുപ്ത എംപയർ ഉദ്യോഗസ്ഥർക്കും കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർക്കും ജൈനമത സന്യാസിമാർക്കും ബുദ്ധമത സന്യാസിമാർക്കും ബ്രാഹ്മണർക്കും അതേപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ പണിക്ക് വേണ്ടിയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കൊടുത്തിരുന്നെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഭൂമി കൈവശമായി ലഭിച്ചവർ എന്ത് ചെയ്തു? അവരുടെ കയ്യിലെത്തി അധികാരങ്ങളെല്ലാം. ദ റോയൽ പവർ വീക്കെൻഡ്. അങ്ങനെ അവരുടെ കയ്യിൽ അധികാരം എത്തിയപ്പോഴത്തേക്ക് രാജഭരണം എന്തായി? ദുർബലമാകാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ദുർബലമായി തുടങ്ങി. വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ് ഇൻ ദി സൊസൈറ്റി ഡ്യൂറിങ് ദാറ്റ് ടൈം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ്, അതായത് വിഭജനങ്ങൾ അല്ലെങ്കിൽ വിവേചനങ്ങൾ സമൂഹത്തിൽ നിന്ന് നിലനിന്നിരുന്നു. വർണ്ണ സിസ്റ്റം ബിക്കേം റിജിഡ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വർണ്ണ സമ്പ്രദായം ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമാകുന്നു. വർണ്ണ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഒക്കുപ്പേഷൻ അനുസരിച്ചുള്ള ഈ ഡിവിഷൻ, സൊസൈറ്റിയിൽ വന്ന ഡിവിഷൻ അതെന്തായി? ഭയങ്കര സ്ട്രോങ് ആവാനായിട്ട് തുടങ്ങി. ദ കിങ്സ് എൻകറേജ് വൈഷ്ണവ ആൻഡ് ശൈവ സെക്ട്സ് ആൻഡ് ബിൽറ്റ് മെനി ടെമ്പിൾസ്. ഓക്കെ, അതായത് വിഷ്ണു ഭക്തരെയും അതുപോലെ ശിവഭക്തരെയും അവരെയൊക്കെ എന്ത് ചെയ്തു? രാജാക്കന്മാരെ കൂടുതൽ എൻകറേജ് ചെയ്യാൻ തുടങ്ങി, അതായത് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, അതിനുവേണ്ടി പലതരത്തിലുള്ള അമ്പലങ്ങളും അന്ന് പണി കഴിപ്പിച്ചു. ഡ്യൂറിങ് ദി ഗുപ്ത പീരീഡ് സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഒക്കേർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. അപ്പം ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ ശാസ്ത്രരംഗത്തും അതേപോലെ തന്നെ സാഹിത്യ രംഗത്തും ഒക്കെ ഒരുപാട് പുരോഗതി, അതായത് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായ കാലഘട്ടമായിരുന്നു ഈ ഒരു സമയം എന്ന് പറയുന്നത്. എ നമ്പർ ഓഫ് ബുക്സ് were written in Sanskrit language. അതായത് സംസ്കൃത ഭാഷയിൽ ഒരുപാട് ബുക്കുകൾ, കൃതികളൊക്കെ രചിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഗുപ്ത എംപയറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. After the collapse of Gupta Empire, one of the powerful kingdoms that existed in India was that of Vardhana kings of Tanishwar. ഓക്കെ, ഗുപ്ത എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പിന്നീട് ഇന്ത്യയിൽ നിന്നിരുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ളൊരു കിങ്ഡം എന്ന് പറയുന്നത് വർധന കിങ്സ്, തനേശ്വരിലെ വർധന കിങ്സിൻ്റെ എംപയർ ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ കിങ്ഡം ആയിരുന്നു. ഓക്കെ, പിന്നെ ആ ഒരു കിങ്ഡം എന്ന് പറയുന്നത് ഇന്ന് അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിയാനയിലെ കുരുക്ഷേത്ര ഡിസ്ട്രിക്റ്റിലാണ് ആ ഒരു റീജിയൻ ഇപ്പോൾ കാണുന്നത്. അതായത് ഈ തനേശ്വരിലെ വർധന കിങ്സിൻ്റെ സാമ്രാജ്യ കിങ്ഡം എന്നറിയപ്പെടുന്നത് അന്ന് ഈ പറയുന്ന സ്ഥലം ഇന്നത്തേത് ഹരിയാനയിലെ കുരുക്ഷേത്ര ഡിസ്ട്രിക്റ്റിലാണ് കാണപ്പെടുന്നത്, ഈ തനേശ്വർ എന്ന് പറയുന്ന സ്ഥലം. പിന്നെയോ ഹർഷവർദ്ധന വാസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് റൂളർ അമോങ് ദം. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ, അതായത് വർദ്ധന കിങ്സിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തനായ രാജാവ് എന്ന് പറയുന്നത് ആരായിരുന്നു? ഹർഷവർദ്ധന ആയിരുന്നു. ഓക്കെ, ഹി വർക്ക്ഡ് ഫോർ ദി അപ്ലിഫ്റ്റ് ഓഫ് ബുദ്ധിസം. അപ്പോൾ ഈ ഹർഷവർദ്ധന എന്താണ്? ബുദ്ധിസത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രചാരത്തിന് വേണ്ടി ഒരുപാട് എന്ത് ചെയ്തു? സഹായങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ സഹായങ്ങൾ നൽകി. ഹി ടുക്ക് സ്റ്റെപ്സ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് നളന്ദ യൂണിവേഴ്സിറ്റി. ഓക്കെ, നളന്ദ സർവകലാശാലയുടെ ഉന്നമനത്തിന് വേണ്ടി പല നടപടികൾ കൈക്കൊണ്ട ആളായിരുന്നു ഈ ഹർഷവർദ്ധന എന്ന് പറയുന്നത്. ബുദ്ധിസത്തിലെ ഒരു ഫീച്ചേഴ്സിൽ നമ്മൾ പറഞ്ഞല്ലേ, അന്നൊക്കെ ഈ ബുദ്ധമത പഠനങ്ങളും അതേപോലെ തന്നെ പല സെക്ടേഴ്സിലുള്ള പല ഫീൽഡിലുള്ള പഠനങ്ങൾ
സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന യൂണിവേഴ്സിറ്റീസിൽ ഒന്നായിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം ഈ സർവകലാശാലയുടെ അതായത് കൂടുതൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്ത ആളായിരുന്നു ഈ ഹർഷവർദ്ധന എന്ന് പറയുന്നത്. രത്നാവലി, പ്രിയദർശിക ആൻഡ് നാഗനന്ദാർദ്ധ പ്ലേസ് റിട്ടൺ ബൈ ഹിം. ഓക്കെ, അപ്പം ഈ ഹർഷവർദ്ധന എഴുതിയ അല്ലെങ്കിൽ രചിച്ച നാടകങ്ങളുടെ പേരാണ് ഈ പറയുന്നത്. രത്നാവലി, പ്രിയദർശിക, അതേപോലെ തന്നെ നാഗാനന്ദം എന്നൊക്കെ പറയുന്ന നാടകങ്ങൾ അദ്ദേഹം രചിച്ചിരുന്നു. ദ ഹർഷചരിത റിട്ടൺ ബൈ ബനഭട്ട ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ചൈനീസ് ട്രാവലർ ഹുവാൻ സാങ് ആർ ദി മെയിൻ സോഴ്സസ് ഫോർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഓൺ ദിസ് പീരീഡ്. അപ്പം ഈ ഹർഷവർദ്ധനൻ്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുന്നത് ഹർഷചരിതത്തിൽ നിന്നാണ്. ഈ ഹർഷചരിതം എഴുതിയത് ബാണഭട്ടനാണ്. ഓക്കെ, ബാണഭട്ടൻ എഴുതിയതാണ് അല്ലെങ്കിൽ രചിച്ചതാണ് ഹർഷചരിതം എന്ന് പറയുന്നത്. അത് ഹർഷവർദ്ധനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുള്ള രചനയാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത് ചൈനീസ് സഞ്ചാരിയായ ഹുവാൻ സാങ്ങിൻ്റെ വിവരങ്ങളാണ്. ഓക്കെ, ചൈനീസ് സഞ്ചാരിയായ ഹുവാൻ സാങ് ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അതിൽ നിന്ന് ലഭിച്ച ഇൻഫോർമേഷൻസും അതേപോലെ തന്നെ ഹർഷചരിതയിൽ നിന്ന് ലഭിച്ച ഇൻഫോർമേഷൻസിൽ നിന്നൊക്കെയാണ് നമ്മൾ ഹർഷവർദ്ധനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. ഓക്കെ, ദ ഗ്രോത്ത് ഓഫ് ജനപദാസ് ടു എംപയർ കോസ്റ്റ് ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ ദ ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ ഏൻഷ്യൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മൾ ടുവേർഡ്സ് ദി ഗാംഗറ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന കഴിഞ്ഞ ചാപ്റ്ററിൽ ജനപദയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ. അങ്ങനെ എന്താണ് നാടോടികളായ ആൾക്കാർ സെറ്റിലായി, ജനപദാസൊക്കെ അവിടെ ഫോം ചെയ്തു. അതിൽ നിന്ന് പിന്നീട് എന്താണ് പിന്നീട് വളർന്ന് എന്താണ് വലിയ വലിയ സാമ്രാജ്യങ്ങളൊക്കെ വളരാൻ തുടങ്ങി. ഓക്കെ, അത് ജനങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഒരുപാട് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നു. The most significant of the changes was that all the activities were controlled by the rulers. Okay, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും ആരാണ് കൺട്രോൾ ചെയ്തിരുന്നത്? റൂളേഴ്സ്, ഭരണാധികാരികളായിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. എന്നാൽ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് നമ്മൾ മറ്റേ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ആദ്യമൊന്നും കിങ് അല്ലെങ്കിൽ കിങ്ഷിപ്പ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, പിന്നീടാണ് കിങ്ഷിപ്പ് വന്നത്. അതിനുശേഷം എംപയേഴ്സ് ഒക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. അങ്ങനെയാണ് ജനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും രാജാവ് നിയന്ത്രിക്കാനായിട്ട് തുടങ്ങിയത്. അതാണ് ഏറ്റവും വലിയ ചേഞ്ച് വന്ന ആ ഒരു ജനപദയുടെ കാലഘട്ടത്തിൽ നിന്ന് എംപയറിൻ്റെ കാലഘട്ടങ്ങളിൽ എത്തിയപ്പോഴത്തേക്ക് വന്ന വലിയ ചേഞ്ച് അതായിരുന്നു. The changes in the economic sector led to division in the society. അങ്ങനെ ഈ സാമ്പത്തിക രംഗത്ത് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ വന്ന ചേഞ്ചസ് എന്തിന് കാരണമാക്കി? സൊസൈറ്റിയിൽ ഡിവിഷൻസ് ഉളവാക്കാനായിട്ട് കാരണമായി തീർന്നു. റിലേഷൻസ് വിത്ത് ഡിസ്റ്റന്റ് പ്ലേസസ് ട്രിഗർഡ് ദി കൾച്ചറൽ ട്രാൻസാക്ഷൻ. ഓക്കെ, അതായത് ദൂരപ്രദേശങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്താണ് നമ്മളുടെ കൾച്ചർ, നമ്മളുടെ സംസ്കാരം പല സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആകുന്നതിനും അതുപോലെ പല സ്ഥലങ്ങളിൽ സംസ്കാരങ്ങൾ ഇവിടെ എത്തുന്നതിനും ഒക്കെ കാരണമായി. ഓക്കെ, ദ എഡിക്ട്സ് ആൻഡ് ലിറ്റററി വർക്ക്സ് ഓഫ് ദാറ്റ് പീരീഡ് അക്നോളജ് ദീസ് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടത്തിലെ ശാസനങ്ങളും സാഹിത്യകൃതികളും ഒക്കെ ഈ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സാക്ഷ്യപ്പെടുന്നു. ഈ ശാസനങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ, അതായത് റോക്സിലും പില്ലേഴ്സിലും ഒക്കെ അന്നത്തെ ശാസനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചും അതേപോലെ തന്നെ അന്നൊക്കെ എഴുതിയ സാഹിത്യകൃതികളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് വെച്ചും ഒക്കെ നമുക്ക് ഈ ചേഞ്ചസ്, സൊസൈറ്റിയിൽ വന്ന ചേഞ്ചസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ കഴിഞ്ഞ ചാപ്റ്റർ ടുവേർഡ്സ് ദി ഗാംഗറ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ 5 എംപയേഴ്സിനെ കുറിച്ച്, 5 സാമ്രാജ്യത്തെക്കുറിച്ചാണ് പഠിച്ചത്. നമ്മളുടെ ഇന്ത്യ ഭരിച്ചിരുന്ന 5 സാമ്രാജ്യത്തെക്കുറിച്ചാണ്, 5 സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അത് ഏതൊക്കെയായിരുന്നു? ഓക്കെ, ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് മൗര്യാസ് ആയിരുന്നു. ഓക്കെ, മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പഠിച്ചത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് റൂളർ ആയിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്നത്. പിന്നീട് വന്ന റൂളറാണ് ബിന്ദുസാര എന്ന് പറയുന്നത്. പിന്നീടായിരുന്നു അശോകന്റെ വരവ്, അശോക എന്ന് പറയുന്ന റൂളർ ഭരണാധികാരിയുടെ വരവ്. പിന്നീടോ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരുന്നു, അതായത് കേന്ദ്രീകൃത ഭരണമായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. പിന്നെയോ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. അവരുടെ കാലത്ത്, അതായത് മൗര്യന്മാരുടെ ഈ ഒരു മൗര്യ എംപയറിന്റെ കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ ഒരുപാട് ഡെവലപ്പായി, അതായത് കൃഷി ഒരുപാട് ഡെവലപ്പായി. അതുമൂലം ട്രേഡ്, കച്ചവടവും ഒരുപാട്
ഒരുപാട് ഡെവലപ്പായ ഒരു കാലഘട്ടമായിരുന്നു. ഓക്കെ, അങ്ങനെ ഈ മൗര്യ എംപയറിന് ശേഷം പിന്നെ വന്ന ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടൊരു എംപയർ ആയിരുന്നു കുഷാനന്മാരുടെ കിങ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുഷാനന്മാരുടെ കിങ്ഡത്തിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു കനിഷ്ക എന്ന് പറയുന്നത്. അപ്പോൾ കനിഷ്കയാണ് ശകാ-എറ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശകാ-എറ പിന്നീട് ഇന്ത്യയുടെ ഒഫീഷ്യൽ കലണ്ടറായിട്ടൊക്കെ ഡിക്ലെയർ ചെയ്യുമായിരുന്നു. പിന്നീടോ ഈ കനിഷ്ക മഹായാന ബുദ്ധിസത്തെ എന്ത് ചെയ്തു, എൻകറേജ് ചെയ്തു. അതേപോലെ തന്നെ അന്നത്തെ സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ടൊക്കെ ഈ മഹായാന ബുദ്ധിസത്തെ ഡിക്ലെയർ ചെയ്തിരുന്നു. പിന്നീട് പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു ഗാന്ധാര സ്കൾപ്ചറിൻ്റെ ഫോർമേഷൻ. ഗാന്ധാര സ്കൾപ്ചർ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞാൽ ഗ്രീക്ക് സ്റ്റൈലും റോമൻ സ്റ്റൈലും അതേപോലെ ഇന്ത്യൻ സ്റ്റൈലും എല്ലാം ഈ 3 ആർക്കിടെക്ചറൽ സ്റ്റൈലുകളും കൂടി ഒരുമിച്ച് ഫോം ചെയ്തതാണ് ഗാന്ധാര സ്കൾപ്ചർ എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞ എംപയർ ആയിരുന്നു ഡിസ്കസ് ചെയ്ത എംപയറാണ് ദി ശതവാഹനാസ് എന്ന് പറയുന്നത്. ഓക്കെ, ശതവാഹന എംപയറിൽ എന്താ നമ്മൾ പറഞ്ഞത്, ഗൗതമി പുത്രയും ശതകർണിയെ കുറിച്ചും നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട 2 കിങ്സ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വശിഷ്ഠി പുത്രയെ കുറിച്ചും നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് അന്ന് അവർ കൊടുത്ത ലാൻഡ് ഗ്രാൻഡിനെ കുറിച്ചും ഗിൽഡ് സിസ്റ്റത്തെ കുറിച്ചും ഒക്കെയാണ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ പറഞ്ഞ എംപയർ ആയിരുന്നു നമ്മളുടെ ഗുപ്ത എംപയർ അല്ലേ. ഗുപ്ത എംപയറും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു. ഗുപ്ത എംപയറിലെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു ചന്ദ്രഗുപ്ത 1 എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത 1ന് ശേഷം വന്ന രാജാവായിരുന്നു സമുദ്രഗുപ്ത. സമുദ്രഗുപ്തയ്ക്ക് ശേഷം വന്നാണ് ചന്ദ്രഗുപ്ത 2 എന്ന് പറയുന്നത്. അതുപോലെ ചന്ദ്രഗുപ്ത 1 ആ രാജാവ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഗുപ്ത എറ എന്ന് പറയുന്നത്. സമുദ്രഗുപ്ത എന്താണ് പ്രശസ്തി ഇൻട്രൊഡ്യൂസ്, അതായത് സമുദ്രഗുപ്തയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ പ്രശസ്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പോയറ്റിൻ്റെ കൃതിയാണ് പ്രശസ്തി എന്ന് പറയുന്നത്. ഈ പ്രശസ്തിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ ചന്ദ്രഗുപ്ത 2നെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ചന്ദ്രഗുപ്ത 2ൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഭയിലായിരുന്നു നവരത്നാസ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു അവർ നവരത്നാസ് എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാരെല്ലാവരും ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞാണ് ദി വർദ്ധനാസ് എന്ന് പറയുന്ന എംപയറിനെ കുറിച്ച്. ഓക്കെ, അതിനകത്ത് നമ്മൾ പറഞ്ഞു ഹർഷവർദ്ധനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ അദ്ദേഹം നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പരിശ്രമിച്ചത് നമ്മൾ പറഞ്ഞു. പിന്നെ രത്നാവലി, പ്രിയദർശിത, നാഗനന്ദ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ 9th ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. ഈ ചാപ്റ്റർ നമുക്ക് കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും, ഈ ഒരു ചാപ്റ്ററും ഇതിന് തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ 8th ചാപ്റ്ററും 9th ചാപ്റ്ററും. പക്ഷേ ഇത് രണ്ടും എന്താണ് തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററും. 2 ചാപ്റ്റർ ഒരുപോലെ പഠിച്ചുകൊണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഈസി ആയിട്ടുള്ള എല്ലാ പോയിൻറ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സും മാത്രം നന്നായിട്ട് നോക്കി പോവുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കി തരാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കീ പോയിൻറ്സും ഒക്കെ നമ്മളുടെ എക്സാം പോയിൻ്റെ ഗൈഡിലുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളുടെ എക്സാം പോയിൻ്റെ ഗൈഡിലുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. അതെല്ലാം റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.